ഒരു 2 മാസം മുമ്പ് ഞാൻ എൻ്റെ നാട്ടിൽ ഒരുപാട് കാലങ്ങൾ പഴക്കമുള്ള ഒരു ബംഗ്ലാവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയും എൻ്റെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്ലേസാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കപില ഗുഹ. കോട്ടയത്ത് പുതുപ്പള്ളി പഞ്ചായത്തിലുള്ള വെണ്ണിമല ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ് ഈ കപിലിയാർ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യമാല പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വെണ്ണിമലയിനെ വിജയാത്രി, വിജയത്തിൻ്റെ മല എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് ഋഷിവര്യന്മാർ തപസ് അനുഷ്ഠിച്ചിരുന്ന ഒരു പുണ്യസ്ഥലമായിട്ടാണ് വെണ്ണിമലയെ കണക്കാക്കുന്നത്. ഈ ഒരു കപില ഗുഹയെ കുറിച്ച് 2 ഐതിഹ്യങ്ങളാണ് പറയപ്പെടുന്നത്. ആദ്യത്തേത് കപില മഹർഷി തപസ് അനുഷ്ഠിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയാണ്. അതുപോലെ രണ്ടാമത്തേത് തെക്കുങ്ങൂർ രാജവംശം വെണ്ണിമല ആസ്ഥാനമാക്കി ഭരിക്കുന്ന സമയത്ത് വാകത്താനം മണികണ്ഠപുരത്തേക്ക് ഒരു ബഹുമന്തർ പാതയായിട്ട് ഈ ഗുഹ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് വാകത്താനത്ത് റോഡ് പണിയുടെ ഭാഗമായിട്ട് മണ്ണ് മാന്തിയ സമയത്ത് ഈ ഒരു ഗുഹയുടെ അങ്ങേയറ്റം അവിടെ കണ്ടെത്താൻ സാധിച്ചു. അതുവരെ ഇതൊരു മിത്തായിട്ടാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു പാമ്പിൻ്റെ പടം അവിടെ തൂങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് വശം മുഴുവനും കാടാണ്, റബ്ബർ തോട്ടങ്ങളും കാപ്പിത്തോട്ടവും അങ്ങനെ കുറേ കാടാണ് ഫ്രണ്ടിലേക്കല്ല. ഞാൻ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കണ്ടിട്ടൊന്നുമില്ല. ഈ ഒരു ഗുഹയിൽ തീ കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുക വെണ്ണിമല ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ആൽമരമുണ്ട്, അതിൻ്റെ ചുവട്ടിൽ നിന്നിങ്ങനെ പുക വരുമെന്നുള്ളത്.